ഇന്ന് ദിവസം 13. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ഉൽപ്പത്തി അദ്ധ്യായം 25 26, ജോബ് അദ്ധ്യായം 15 16, സുഭാഷിതങ്ങൾ അദ്ധ്യായം 2 വാക്യങ്ങൾ 20 മുതൽ 22 വരെ. ഉൽപ്പത്തി അദ്ധ്യായം 25. അബ്രാഹത്തിൻ്റെ സന്തതികൾ. അബ്രാഹം കെത്തൂറ എന്നു പേരായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. അവളിൽ അവന് സിമ്രാൻ, യോക്ഷാൻ, മെദാൻ, മിദിയാൻ, ഇഷ്ബാക്ക്, ഷൂവാഹ് എന്നിവർ ജനിച്ചു. യോക്ഷാന് ഷേബായും ദദാനും ജനിച്ചു. ദദാൻ്റെ മക്കളാണ് അഷൂറീം, ലത്തൂഷീം, ലെവൂമീം എന്നിവർ. മിദിയാൻ്റെ മക്കൾ ഏഫ, ഏഫർ, ഹനോക്ക്, അബീദ, എൽദ എന്നിവരാണ്. ഇവർ കെത്തൂറായുടെ സന്താനങ്ങളാണ്. അബ്രാഹം തനിക്കുണ്ടായിരുന്നതെല്ലാം ഇസഹാക്കിന് കൊടുത്തു. തൻ്റെ ഉപനാരികളിലുണ്ടായ മക്കൾക്കും അബ്രാഹം ധാരാളം സമ്മാനങ്ങൾ നൽകി. താൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവരെയെല്ലാം മകനായ ഇസഹാക്കിൽ നിന്ന് ദൂരെ കിഴക്കൻ ദേശത്തേക്ക് അയച്ചു. അബ്രാഹത്തിൻ്റെ മരണം. അബ്രാഹത്തിൻ്റെ ആയുഷ്കാലം 175 വർഷമായിരുന്നു. തൻ്റെ വർഷങ്ങൾ പൂർത്തിയായപ്പോൾ തികഞ്ഞ വാർദ്ധക്യത്തിൽ അബ്രാഹം അന്ത്യശ്വാസം വലിക്കുകയും തൻ്റെ ജനത്തോട് ചേരുകയും ചെയ്തു. മക്കളായ ഇസഹാക്കും ഇസ്മായേലും മാമറയുടെ എതിർവശത്ത് സോഹാർ എന്ന ഹിത്യൻ്റെ മകനായ എഫ്രോൻ്റെ വകയായിരുന്ന മക്പെല ഗുഹയിൽ അവനെ അടക്കി. ഹിത്യരിൽ നിന്ന് അബ്രാഹം വിലക്ക് വാങ്ങിയതായിരുന്നു ആ വയൽ. അവിടെ അബ്രാഹം ഭാര്യ സാറായോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. അബ്രാഹത്തിൻ്റെ മരണത്തിന് ശേഷം ദൈവം അവൻ്റെ പുത്രൻ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. അവൻ ബെർൽഹായ്റോയിൽ പാർത്തു. ഇസ്മായേലിൻ്റെ സന്തതികൾ. സാറായുടെ ദാസിയായ ഈജിപ്തുകാരി ഹാഗാറിൽ അബ്രാഹത്തിനുണ്ടായ ഇസ്മായേലിൻ്റെ മക്കൾ ഇവരാണ്. ജനനക്രമമനുസരിച്ച് ഇസ്മായേലിൻ്റെ മക്കളുടെ പേര് വിവരം: ഇസ്മായേലിൻ്റെ കടിഞ്ഞൂൽ പുത്രൻ നെബായോത്ത്, തുടർന്ന് കേദാർ, അദ്ബേൽ, മിബ്സാം, മിഷ്മ, ദൂമ, മസ, ഹദാദ്, തേമ, യത്തൂർ, നഫീഷ്, കെദേമ. ഇവരാണ് ഇസ്മായേലിൻ്റെ പുത്രന്മാർ. ഗ്രാമങ്ങളും ആസ്ഥാനങ്ങളും അനുസരിച്ച് അവരുടെ വംശത്തിലെ 12 പ്രഭുക്കന്മാരുടെ പേരുകളാണിവ. ഇസ്മായേലിൻ്റെ ആയുഷ്കാലം 137 വർഷമായിരുന്നു. അവൻ അന്ത്യശ്വാസം വലിക്കുകയും തൻ്റെ ബന്ധുക്കളോട് ചേരുകയും ചെയ്തു. ഹവില മുതൽ ഷൂർ വരെയുള്ള ദേശത്ത് അവർ വാസമുറപ്പിച്ചു. അസീറിയയിലേക്കുള്ള വഴിയിൽ ഈജിപ്തിൻ്റെ എതിർവശത്താണ് ഷൂർ. അവർ ചാർച്ചക്കാരിൽ നിന്നെല്ലാം അകന്നാണ് ജീവിച്ചത്. ഏസാവും യാക്കോബും. അബ്രാഹത്തിൻ്റെ പുത്രനായ ഇസഹാക്കിൻ്റെ വംശാവലി. അബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്ക്. ഇസഹാക്കിന് 40 വയസ്സുള്ളപ്പോൾ അവൻ റെബേക്കായെ ഭാര്യയായി സ്വീകരിച്ചു. അവൾ പാദാനാരാമിലുള്ള ബെത്തുവേലിൻ്റെ പുത്രിയും ലാബാൻ്റെ സഹോദരിയുമായിരുന്നു. അവർ അരാമായരായിരുന്നു. ഇസഹാക്ക് തൻ്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയും റെബേക്ക ഗർഭിണിയാവുകയും ചെയ്തു. അവളുടെ ഉദരത്തിൽ കിടന്ന് കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ അവൾ കർത്താവിനോട് ചോദിച്ചു, ഇങ്ങനെയെങ്കിൽ എനിക്കെന്ത് സംഭവിക്കും? അവൾ കർത്താവിൻ്റെ തിരുമനസ്സറിയാൻ പ്രാർത്ഥിച്ചു. കർത്താവ് അവളോട് അരുളി ചെയ്തു, 2 വംശങ്ങളാണ് നിന്റെ ഉദരത്തിലുള്ളത്. നിന്നിൽ നിന്ന് പിറക്കുന്നവർ 2 ജനതകളായി പിരിയും. ഒന്ന് മറ്റേതിനേക്കാൾ ശക്തമായിരിക്കും. മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും. അവൾക്ക് മാസം തികഞ്ഞപ്പോൾ അവളുടെ ഉദരത്തിൽ 2 ശിശുക്കൾ. ആദ്യം പുറത്തു വന്നവൻ ചമന്നിരുന്നു. അവൻ്റെ ദേഹം മുഴുവൻ രോമക്കുപ്പായമിട്ടതുപോലെയായിരുന്നു. അവർ അവന് ഏസാവെന്ന് പേരിട്ടു. അതിനുശേഷം അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. ഏസാവിൻ്റെ കുതികാലിൽ അവൻ പിടിച്ചിരുന്നു. അവനെ യാക്കോബ് എന്ന് വിളിച്ചു. ഇസഹാക്കിന് 60 വയസ്സായപ്പോഴാണ് അവൾ അവരെ പ്രസവിച്ചത്. കടിഞ്ഞൂലവകാശം. കുട്ടികൾ വളർന്നു വന്നു. ഏസാവ് നായാട്ടിൽ സമർത്ഥനും കൃഷിക്കാരനുമായി. യാക്കോബ് ശാന്തനായിരുന്നു. അവൻ കൂടാരങ്ങളിൽ പാർത്തു. വേട്ടയാടിക്കൊണ്ടുവന്നിരുന്ന മാംസം തിന്നാൻ കിട്ടിയിരുന്നതിനാൽ ഇസഹാക്ക് ഏസാവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. റെബേക്കായ്ക്ക് യാക്കോബിനോടായിരുന്നു കൂടുതൽ സ്നേഹം. ഒരിക്കൽ യാക്കോബ് പായസമുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഏസാവ് വിശന്ന് തളർന്ന് വയലിൽ നിന്ന് വന്നു. അവൻ യാക്കോബിനോട് പറഞ്ഞു, ആ ചമന്ന പായസം കുറച്ച് എനിക്ക് തരിക.
ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു. അതിനാൽ അവന് ഏദോം എന്നു പേരുണ്ടായി. യാക്കോബ് പ്രതിവചിച്ചു, ആദ്യം നിന്റെ കടിഞ്ഞൂലവകാശം എനിക്ക് വിട്ടുതരിക. ഏസാവ് പറഞ്ഞു, ഞാൻ വിശന്ന് ചാകാറായി. കടിഞ്ഞൂലവകാശം കൊണ്ട് എനിക്കിനി എന്ത് പ്രയോജനം? യാക്കോബ് പറഞ്ഞു, ആദ്യം എന്നോട് ശപഥം ചെയ്യുക. ഏസാവ് ശപഥം ചെയ്തു. അവൻ തൻ്റെ കടിഞ്ഞൂലവകാശം യാക്കോബിന് വിട്ടുകൊടുത്തു. യാക്കോബ് അവന് അപ്പവും പയറുപായസവും കൊടുത്തു. തീറ്റിയും കുടിയും കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി. അങ്ങനെ ഏസാവ് തൻ്റെ കടിഞ്ഞൂലവകാശം നിസ്സാരമായി കരുതി. ഉൽപ്പത്തി അധ്യായം 26. ഇസഹാക്കും അബിമലേക്കും. അബ്രാഹത്തിൻ്റെ കാലത്തുണ്ടായതിനു പുറമെ മറ്റൊരു ക്ഷാമം കൂടി ആ നാട്ടിലുണ്ടായി. ഇസഹാക്ക് ഗെരാറിൽ ഫിലിസ്ത്യരുടെ രാജാവായ അബിമലേക്കിൻ്റെ അടുത്തേക്ക് പോയി. കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ഈജിപ്തിലേക്ക് പോകരുത്. ഞാൻ പറയുന്ന നാട്ടിൽ പാർക്കുക. ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുക. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും. നിനക്കും നിന്റെ പിൻതലമുറക്കാർക്കും ഈ പ്രദേശമെല്ലാം ഞാൻ തരും. നിന്റെ പിതാവായ അബ്രഹത്തോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. ഈ ദേശമെല്ലാം അവർക്ക് ഞാൻ നൽകും. നിന്റെ സന്തതികളിലൂടെ ഭൂമിയിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. കാരണം അബ്രാഹം എൻ്റെ സ്വരം കേൾക്കുകയും എൻ്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും നിയമങ്ങളും പാലിക്കുകയും ചെയ്തു. ഇസഹാക്ക് ഗെരാറിൽ തന്നെ താമസിച്ചു. അന്നാട്ടുകാർ അവൻ്റെ ഭാര്യയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ എൻ്റെ സഹോദരിയാണ് എന്ന് അവൻ പറഞ്ഞു. അവൾ ഭാര്യയാണെന്ന് പറയാൻ അവന് പേടിയായിരുന്നു. കാരണം അവൾ അഴകുള്ളവളായിരുന്നതുകൊണ്ട് റെബേക്കായ്ക്ക് വേണ്ടി നാട്ടുകാർ തന്നെ കൊല്ലുമെന്ന് അവൻ വിചാരിച്ചു. അവൻ അവിടെ പാർപ്പ് തുടങ്ങി. ഏറെ നാളുകൾക്ക് ശേഷം ഒരു ദിവസം ഫിലിസ്ത്യരുടെ രാജാവായ അബിമലേക്ക് ജനാലയിലൂടെ നോക്കിയപ്പോൾ ഇസഹാക്ക് ഭാര്യ റെബേക്കായെ ആലിംഗനം ചെയ്യുന്നത് കണ്ടു. അബിമലേക്ക് ഇസഹാക്കിനെ വിളിച്ചു ചോദിച്ചു, അവൾ നിന്റെ ഭാര്യയാണല്ലോ, പിന്നെ എന്താണ് സഹോദരിയാണ് എന്ന് പറഞ്ഞത്? അവൻ മറുപടി പറഞ്ഞു, അവൾ മൂലം മരിക്കേണ്ടി വന്നെങ്കിലോ എന്നോർത്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അബിമലേക്ക് ചോദിച്ചു, നീ എന്തിനാണ് ഞങ്ങളോടിത് ചെയ്തത്? ഞങ്ങളിൽ ആരെങ്കിലും നിന്റെ ഭാര്യയോടൊത്ത് ശയിക്കുകയും അങ്ങനെ വലിയൊരു അപരാധം നീ ഞങ്ങളുടെ മേൽ വരുത്തി വയ്ക്കുകയും ചെയ്യുമായിരുന്നല്ലോ. അതുകൊണ്ട് അബിമലേക്ക് ജനങ്ങൾക്കെല്ലാം താക്കീത് നൽകി, ഈ മനുഷ്യനെയോ അവൻ്റെ ഭാര്യയെയോ ആരെങ്കിലും തൊട്ടുപോയാൽ അവൻ വധിക്കപ്പെടും. ഇസഹാക്ക് ആ നാട്ടിൽ കൃഷി ഇറക്കുകയും അക്കൊല്ലം തന്നെ 100 മേനി വിളവെടുക്കുകയും ചെയ്തു. കർത്താവ് അവനെ അനുഗ്രഹിച്ചു. അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു. ക്രമേണ അവൻ വലിയ സമ്പന്നനാവുകയും ചെയ്തു. അവന് ധാരാളം ആടുമാടുകളും പരിചാരകരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫിലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. അവൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെ വേലക്കാർ കുഴിച്ച കിണറുകളെല്ലാം ഫിലിസ്ത്യർ മണ്ണിട്ട് മൂടി. അബിമലേക്ക് ഇസഹാക്കിനോട് പറഞ്ഞു, ഞങ്ങളെ വിട്ടുപോവുക, നീ ഞങ്ങളെക്കാൾ കൂടുതൽ ശക്തനായിരിക്കുന്നു. ഇസഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് ഗെരാറിൻ്റെ താഴ്വരയിൽ കൂടാരമടിച്ചു. തൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെ കാലത്ത് കുഴിച്ചതും അവൻ്റെ മരണശേഷം ഫിലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകളെല്ലാം ഇസഹാക്ക് വീണ്ടും കുഴിച്ചു. തൻ്റെ പിതാവ് കൊടുത്ത പേരുകൾ തന്നെ അവയ്ക്ക് നൽകുകയും ചെയ്തു. താഴ്വരയിൽ കിണർ കുഴിച്ചുകൊണ്ടിരിക്കെ ഇസഹാക്കിൻ്റെ വേലക്കാർ ഒരു നീരുറവ കണ്ടെത്തി. ഗെരാറിലെ ഇടയന്മാർ ഇത് ഞങ്ങളുടെ ഉറവയാണ് എന്ന് പറഞ്ഞ് ഇസഹാക്കിൻ്റെ ഇടയന്മാരുമായി വഴക്കുണ്ടാക്കി. അവർ തന്നോട് വഴക്കിന് വന്നതുകൊണ്ട് അവൻ ആ കിണറിന് എസെക് എന്ന് പേരിട്ടു. അവർ വീണ്ടും ഒരു കിണർ കുഴിച്ചു. അതിനെ ചൊല്ലിയും വഴക്കുണ്ടായി. അതുകൊണ്ട് അതിനെ അവൻ സിത്ന എന്ന് വിളിച്ചു. അവിടെ നിന്ന് മാറി അകലെ അവർ വേറൊരു കിണർ കുഴിച്ചു. അതിൻ്റെ പേരിൽ വഴക്കുണ്ടായില്ല. അവൻ അതിന് റഹോബോത്ത് എന്ന് പേരിട്ടു. കാരണം അവൻ പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്കിടം തന്നിരിക്കുന്നു, ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും. അവിടെ നിന്ന് അവൻ ബേർഷേബയിലേക്ക് പോയി. ആ രാത്രി തന്നെ കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, നിന്റെ പിതാവായ അബ്രാഹത്തിൻ്റെ ദൈവമാണ് ഞാൻ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എൻ്റെ ദാസനായ അബ്രാഹത്തെ പ്രതി ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സന്തതികളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതിനാൽ അവൻ അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ചു. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അവൻ അവിടെ കൂടാരമടിച്ചു. ഇസഹാക്കിൻ്റെ ഭൃത്യന്മാർ അവിടെ ഒരു കിണർ കുഴിച്ചു. ഗെരാറിൽ നിന്ന് അബിമലേക്ക് തൻ്റെ ആലോചനക്കാരായ അസൂത്തും സേനാധിപനായ ഫിക്കോളും ഒരുമിച്ച് ഇസഹാക്കിനെ കാണാൻ ചെന്നു. അവൻ അവരോട് ചോദിച്ചു,
എന്നെ വെറുക്കുകയും നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത നിങ്ങൾ എന്തിന് എൻ്റെ അടുക്കലേക്ക് വന്നു? അവർ പറഞ്ഞു, കർത്താവ് നിന്നോട് കൂടെയുണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു. അതുകൊണ്ട് നാം തമ്മിൽ സത്യം ചെയ്ത് ഒരു ഉടമ്പടി ഉണ്ടാക്കുക നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കാതിരിക്കുകയും നിനക്ക് നന്മ മാത്രം ചെയ്യുകയും സമാധാനത്തിൽ നിന്നെ പറഞ്ഞയക്കുകയും ചെയ്തതുപോലെ നീയും ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കണം. നീ ഇപ്പോൾ കർത്താവിനാൽ അനുഗ്രഹീതനാണ്. അവൻ അവർക്കൊരു വിരുന്നൊരുക്കി. അവർ തിന്നുകയും കുടിക്കുകയും ചെയ്തു. രാവിലെ അവർ എഴുന്നേറ്റ് അന്യോന്യം സത്യം ചെയ്തു. ഇസഹാക്ക് അവരെ യാത്രയാക്കി. അവർ സമാധാനത്തോടെ അവനെ വിട്ടുപോയി. അന്ന് തന്നെ ഇസഹാക്കിൻ്റെ വേലക്കാർ വന്ന് തങ്ങൾ കുഴിച്ചുകൊണ്ടിരിക്കുന്ന കിണറ്റിൽ വെള്ളം കണ്ടെന്ന് അവനെ അറിയിച്ചു. അവൻ അതിന് ഷേബ എന്ന് പേരിട്ടു. അതിനാൽ ഇന്നും ആ പട്ടണത്തിന് ബേർഷേബ എന്നാണ് പേര്. 40 വയസ്സായപ്പോൾ ഏസാവ് ഹിത്യനായ ബേരിയുടെ പുത്രി യൂദിത്തിനെയും ഹിത്യനായ ഏലോണിൻ്റെ പുത്രി ബാസ്മത്തിനെയും വിവാഹം ചെയ്തു. അവർ ഇസഹാക്കിൻ്റെയും റെബേക്കായുടെയും ജീവിതം ദുഃഖപൂർണമാക്കി. ജോബ് അധ്യായം 15. എലീഫാസ് വീണ്ടും സംസാരിക്കുന്നു. തേമാന്യനായ എലീഫാസ് പറഞ്ഞു, ബുദ്ധിമാൻ പൊള്ളവാക്കുകൾ കൊണ്ട് വാദിക്കുമോ? അവൻ കിഴക്കൻ കാറ്റുകൊണ്ട് തന്നെ തന്നെ നിറയ്ക്കുമോ? നിഷ്പ്രയോജനമായ വിവാദത്തിൽ അവൻ ഏർപ്പെടുമോ? ഉപകാരമില്ലാത്ത വാക്കുകൾ അവൻ ഉപയോഗിക്കുമോ? എന്നാൽ നിനക്ക് ദൈവഭയമില്ലാതായിരിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത പോലും നിന്റെ മനസ്സിലില്ല. അകൃത്യങ്ങളാണ് നിന്റെ നാവിനെ ഉപദേശിക്കുന്നത്. വഞ്ചനയുടെ ഭാഷയാണ് നീ തിരഞ്ഞെടുക്കുന്നത്. ഞാനല്ല, നീ തന്നെയാണ് നിന്നെ കുറ്റപ്പെടുത്തുന്നത്. നിന്റെ അധരം തന്നെ നിനക്കെതിരെ സാക്ഷ്യം നൽകുന്നു. നീയാണോ ആദ്യത്തെ മനുഷ്യൻ? പർവ്വതങ്ങൾക്ക് മുൻപേ നീ ജനിച്ചുവോ? ദൈവത്തിൻ്റെ ആലോചനാ സഭയിലെ വിചിന്തനങ്ങൾ നീ കേട്ടിട്ടുണ്ടോ? ജ്ഞാനം മുഴുവൻ നീ കൈയടക്കി വച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത എന്താണ് നിനക്കറിയാവുന്നത്? ഞങ്ങൾക്ക് വ്യക്തമല്ലാത്ത എന്താണ് നീ മനസ്സിലാക്കിയിട്ടുള്ളത്? നരബാധിച്ചവരും വൃദ്ധരും ഞങ്ങളുടെ ഇടയിലുണ്ട്. അവർക്ക് നിന്റെ പിതാവിനേക്കാൾ പ്രായമുണ്ട്. ദൈവത്തിൻ്റെ സമാശ്വാസങ്ങളും നിന്നോട് സൗമ്യമായി പറയുന്ന വാക്കുകളും നിനക്ക് നിസ്സാരമാണോ? എന്തുകൊണ്ടാണ് നീ വികാരാധീനനാകുന്നത്? എന്തിനാണ് നിന്റെ കണ്ണുകൾ ജ്വലിക്കുന്നത്? എന്തുകൊണ്ടാണ് നീ ദൈവത്തിനെതിരെ കോപം അഴിച്ചുവിടുന്നത്? ഇത്തരം വാക്കുകൾ നിന്നിൽ നിന്ന് പുറപ്പെടുന്നത് എന്തുകൊണ്ട്? മനുഷ്യന് നിഷ്കളങ്കനായിരിക്കാൻ കഴിയുമോ? സ്ത്രീയിൽ നിന്ന് ജനിച്ചവന് നീതിമാനായിരിക്കാൻ സാധിക്കുമോ? തൻ്റെ വിശുദ്ധ ദൂതന്മാരിൽ പോലും ദൈവം വിശ്വാസമർപ്പിക്കുന്നില്ല. അവിടുത്തെ ദൃഷ്ടിയിൽ സ്വർഗവും നിർമ്മലമല്ല. മ്ലേച്ഛനും നീചനും വെള്ളം പോലെ അനീതി പാനം ചെയ്യുന്നവനുമായ മനുഷ്യൻ അവരെക്കാൾ എത്രയോ താഴെയാണ്. ഞാൻ പറയുന്നത് കേൾക്കുക, ഞാൻ വ്യക്തമാക്കി തരാം. ഞാൻ കണ്ടിട്ടുള്ളവ ഞാൻ വിശദമാക്കാം. ജ്ഞാനികൾ പറഞ്ഞതും അവരുടെ പിതാക്കന്മാർ ഒളിച്ചു വയ്ക്കാതിരുന്നതും തന്നെ. അവർക്ക് മാത്രമാണ് ദേശം നൽകിയത്. അന്യരാരും അവരുടെ ഇടയിലൂടെ കടന്നുപോയില്ല. ദുഷ്ടൻ ജീവിതകാലം മുഴുവൻ അധർമ്മിക്ക് വിധിച്ച നാളുകൾ തികയുവോളം വേദനയിൽ പുളയുന്നു. ഭീകര ശബ്ദങ്ങൾ അവൻ്റെ ചെവിയിൽ മുഴങ്ങുന്നു. ഐശ്വര്യകാലത്ത് വിനാശകൻ അവൻ്റെ മേൽ ചാടി വീഴുന്നു. അന്ധകാരത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് അവൻ വിശ്വസിക്കുന്നില്ല. വാളിനിരയാകാൻ അവൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. ആഹാരം എവിടെയെന്ന് തിരക്കി അവൻ അലയുന്നു. അന്ധകാരത്തിൻ്റെ ദിനം ആസന്നമായെന്ന് അവൻ അറിയുന്നു. ദുഃഖവും തീവ്രവേദനയും അവനെ ഭീതിപ്പെടുത്തുന്നു. യുദ്ധസന്നദ്ധനായ രാജാവിനെ പോലെ അവ അവനെ കീഴടക്കുന്നു. എന്തെന്നാൽ അവൻ ദൈവത്തിനെതിരെ കൈയുയർത്തുകയും സർവശക്തനെ വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുന്നു. കനത്ത പരിചയമേന്തി ധിക്കാരപൂർവം അവിടത്തെ നേരെ പാഞ്ഞു ചെല്ലുന്നു. അവൻ മുഖവും അരയും മേധസ്സുകൊണ്ട് മൂടിയിരിക്കുന്നു. വിജനമാക്കപ്പെട്ട നഗരങ്ങളിലും ആളൊഴിഞ്ഞ പാർപ്പിടങ്ങളിലും അവൻ വസിച്ചിട്ടുണ്ട്. നാശത്തിന് ഒഴിഞ്ഞിട്ടിരുന്നവയാണ് അവ. അവൻ സമ്പന്നനാവുകയില്ല. അവൻ്റെ ധനം നിലനിൽക്കുകയില്ല. അവൻ ഭൂമിയിൽ വേര് പിടിക്കുകയില്ല. അവന് അന്ധകാരത്തിൽ നിന്ന് മോചനമില്ല. അഗ്നിജ്വാലകൾ അവൻ്റെ ശാഖകളെ ഉണക്കിക്കളയും. അവൻ്റെ പുഷ്പങ്ങൾ കാറ്റിൽ പറത്തിക്കളയും. തന്നെ തന്നെ വഞ്ചിച്ച് അവൻ ശൂന്യതയിൽ ആശ്രയിക്കരുത്. ശൂന്യതയായിരിക്കും അവൻ്റെ പ്രതിഫലം. അവൻ്റെ സമയം ആകുന്നതിന് മുൻപ് തന്നെ അവന് ഇത് ഭവിക്കും. അവൻ്റെ ശാഖകൾ ഒരിക്കലും തളിർക്കുകയില്ല. മുന്തിരിച്ചെടിയുടേതുപോലെ അവൻ്റെ അബക്കഫലങ്ങൾ കൊഴിയും. ഒലിവ് മരത്തിൻ്റേതെന്ന പോലെ അവൻ്റെ പൂക്കൾ പൊഴിഞ്ഞു പോകും. എന്തെന്നാൽ അധർമ്മികളോട് സംഘം ചേരുന്നത് നിഷ്ഫലമായിരിക്കും. കൈക്കൂലിയുടെ കൂടാരങ്ങൾ അഗ്നിക്കിരയാകും.
അവർ ദ്രോഹം ഗർഭം ധരിച്ച് തിന്മയെ പ്രസവിക്കുന്നു. അവരുടെ ഹൃദയം വഞ്ചന ഒരുക്കുന്നു. ജോബ് അധ്യായം 16. ജോബിൻ്റെ മറുപടി. ജോബ് പറഞ്ഞു, ഇതൊക്കെ മുൻപും ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ നൽകുന്ന ആശ്വാസം ദയനീയമാണ്. പൊള്ളവാക്കുകൾക്ക് അറുതിയില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നതെന്ത്? നീ എൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ നിന്നെപ്പോലെ സംസാരിക്കാൻ എനിക്കും കഴിയുമായിരുന്നു. നിനക്കെതിരെ സംസാരിക്കാനും നിന്നെ പരിഹസിക്കാനും എനിക്ക് കഴിയുമായിരുന്നു. എന്നാൽ എൻ്റെ സംസാരം കൊണ്ട് നിന്നെ ഞാൻ ശക്തിപ്പെടുത്തുമായിരുന്നു. സാന്ത്വന വാക്കുകൾ കൊണ്ട് നിന്റെ വേദന ലഘൂകരിക്കുമായിരുന്നു. ഞാൻ സംസാരിച്ചതുകൊണ്ട് എൻ്റെ വേദന ശമിക്കുന്നില്ല. മിണ്ടാതിരുന്നാലും അതെന്നെ വിട്ടുമാറുന്നില്ല. ദൈവം ഇപ്പോൾ എന്നെ തളർത്തിയിരിക്കുകയാണ്. എൻ്റെ സ്നേഹിതന്മാരെയും അവിടുന്ന് അകറ്റിക്കളഞ്ഞിരിക്കുന്നു. അവിടുന്ന് എന്നെ എല്ലും തോലുമാക്കിയിരിക്കുന്നു. അതെൻ്റെ മുഖത്തു നോക്കി എനിക്കെതിരെ സാക്ഷ്യം നൽകുന്നു. അവിടുന്ന് എന്നെ വെറുക്കുകയും തൻ്റെ ക്രോധത്തിൽ എന്നെ ചീന്തിക്കളയുകയും ചെയ്തു. അവിടുന്ന് എൻ്റെ നേരെ പല്ലെറുമി ശത്രു എന്നെ തീക്ഷ്ണമായി നോക്കുന്നു. മനുഷ്യർ എൻ്റെ നേരെ വായ് പിളർന്നു. അവർ ഗർവോടെ എൻ്റെ മുഖത്തടിച്ചു. എനിക്കെതിരെ അവർ സംഘം ചേരുന്നു. അധർമ്മികൾക്ക് അവിടുന്ന് എന്നെ വിട്ടുകൊടുക്കുന്നു. ക്രൂരന്മാരുടെ കൈകളിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഞാൻ സ്വസ്ഥമായി വസിച്ചിരുന്നു. അവിടുന്ന് എന്നെ തകർത്തു. അവിടുന്ന് എൻ്റെ കഴുത്തിന് പിടിച്ച് നിലത്തടിച്ച് ചിതറിച്ചു. അവിടുന്ന് എൻ്റെ നേരെ ഉന്നം വച്ചിരിക്കുന്നു. അവിടുത്തെ വില്ലാളികൾ എന്നെ വലയം ചെയ്തിരിക്കുന്നു. അവിടുന്ന് എൻ്റെ ആന്തര്യാവയവങ്ങളെ കരുണയില്ലാതെ പിളർക്കുന്നു. അവിടുന്ന് എൻ്റെ പിത്തനീര് ഒഴുക്കിക്കളയുന്നു. അവിടുന്ന് എന്നെ ആവർത്തിച്ച് മർദ്ദിച്ച് തകർക്കുന്നു. പടയാളിയെപ്പോലെ അവിടുന്ന് എൻ്റെ മേൽ ചാടി വീഴുന്നു. ശരീരത്തിന് ഞാൻ ചാക്കുവസ്ത്രം തുന്നിയിരിക്കുന്നു. എൻ്റെ നെറ്റി പൊടിയിലാണ്ടിരിക്കുന്നു. കരഞ്ഞ് കരഞ്ഞ് എൻ്റെ മുഖം ചുമന്നു. എൻ്റെ കൺപോളകളിൽ അന്ധകാരം കുടിയിരിക്കുന്നു. എൻ്റെ കൈകൾ അക്രമം പ്രവർത്തിച്ചിട്ടില്ല. എൻ്റെ പ്രാർത്ഥന നിർമ്മലമാണ്. ഭൂമി എൻ്റെ രക്തം മറിച്ചു കളയാതിരിക്കട്ടെ. എൻ്റെ വിലാപം അവസാനിക്കാതിരിക്കട്ടെ. ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉന്നതത്തിലും ഇരിക്കുന്നു. സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു. എൻ്റെ കണ്ണുകൾ ദൈവസന്നിധിയിൽ കണ്ണീരൊഴുക്കുന്നു. ഒരുവൻ അയൽക്കാരൻ്റെ മുൻപിൽ വാദിക്കുന്നത് പോലെ അത് എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുൻപിൽ ന്യായവാദം നടത്തട്ടെ. ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ തിരിച്ചു വരാൻ കഴിയാത്ത പാതയിലൂടെ ഞാൻ കടന്നുപോകും. സുഭാഷിതങ്ങൾ അധ്യായം 2, 20 മുതൽ 22 വരെ വാക്യങ്ങൾ. അതിനാൽ നീ സജ്ജനങ്ങളുടെ വഴിയിൽ സഞ്ചരിക്കുക. നീതിമാന്മാരുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. സത്യസന്ധർ ദേശത്ത് വസിക്കുകയും ധർമ്മിഷ്ഠർ അവിടെ നിലനിൽക്കുകയും ചെയ്യും. ദുഷ്ടരാകട്ടെ ദേശത്ത് നിന്ന് വിച്ഛേദിക്കപ്പെടും. വഞ്ചകർ പിഴുതെറിയപ്പെടും.